ഹരേ കൃഷ്ണ. കൃഷ്ണനും സുദാമാവും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ദീനദയാലോ. ദാരിദ്ര്യത്തെ അകറ്റുന്ന കുചേല കഥയെ ചൊല്ലാം. ശ്രീകൃഷ്ണന്റെ മഹാത്മ്യത്തെ വാഴ്ത്തി സ്തുതിക്കാം. ദ്വാരകയിൽ വാണരുളും തോഴനായ കൃഷ്ണനോട് സ്വന്തം ദീനതയെയൊന്ന് അറിയിക്കാനായി പത്നിയുടെ നിർബന്ധത്താൽ പുറപ്പെട്ടു സുദാമാവ്. കാഴ്ചവയ്ക്കാൻ കയ്യിലുള്ള അവിലെടുത്ത് പഴയൊരു തുണിയിലായി കെട്ടിപ്പൊതിയാക്കിക്കൊണ്ട് ജീർണമായ വസ്ത്രമോടെ നടന്നു മന്ദം. സതീർത്ഥ്യന്റെ ആഗമനം കണ്ടപ്പോഴേ കൃഷ്ണനഹോ ഓടിച്ചെന്നു ചേർത്തണച്ചു ഇരുത്തി ചാരേ. കുശല പ്രശ്നങ്ങൾ ചെയ്തു ഗുരുകുല കഥകളും മോദമോദമങ്ങുമിങ്ങും പറഞ്ഞിരുന്നു. വന്ന കാര്യം മറന്നുപോയി സുദാമാവും ആനന്ദത്താൽ ശ്രീകൃഷ്ണന്റെ വാഗ്ധോരണി കേട്ടങ്ങിരുന്നു. എനിക്കെന്തു കൊണ്ടുവന്നു എന്ന ചോദ്യത്തോടെ കൃഷ്ണൻ സുഹൃത്തിന്റെ കയ്യിലുള്ള പൊതിയെടുത്തു. ഏറെ സ്നേഹത്തോടും രുചിയാസ്വദിച്ചും അവിൽ വാരിക്കഴിക്കവേ രുക്മിണിയോ അടുത്തു ചെന്നു. കഴിച്ചതു മതി എന്നു ചൊല്ലി കയ്യിൽ പിടിച്ചത് കൊണ്ടു മാത്രം നിർത്തിയവൻ പങ്കിട്ടെടുക്കൽ. ഉള്ളം കുളിർന്നു കുചേലൻ തിരിച്ചു ഗൃഹത്തിലേക്ക് എത്തിയപ്പോൾ അത്ഭുതത്താൽ പരവശനായി. അവിലിനു പകരമായി കൊടുത്തത് സമ്പത്തല്ലോ. കരുണാമയൻ കൃഷ്ണനെ വാഴ്ത്തി കുചേലൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ദീനദയാലോ. ഹരേ കൃഷ്ണ.